25 പോകുന്നുള്ളടാ, സീരിയസ്ലി. രേഷ്മാജ്, ഹായ്, യു ആർ സോ ക്യൂട്ട്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എല്ലാവർക്കും എന്താ വിശേഷം? സുഖമായിട്ടിരിക്കുന്നില്ലേ? പിന്നെന്താ പറയുക, എവിടെയാ വീട്? അനു, എടാ എൻ്റെ വീട് കോട്ടയത്താട്ടോ, പ്രോപ്പർ കോട്ടയം. ആ ആ ചെയ്യാം. ഇവിടെ എന്തിടാ? അവിടെ യൂസ് ചെയ്യാമെന്നോ? ഇത് ഇവിടെ അല്ല, ഇവിടെ. ആ ചെയ്യാം, ഇത് ചെയ്യണോ? ചെയ്തോ. ഓക്കെ. എന്താണ്? ഓ സോറി പറഞ്ഞ് 10 കുറ എന്നൊരു ശരി അവിടെ ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, നീ വയ്ക്കോ. എടാ ആ ചവിട്ടി നല്ലതാണോന്ന് അറിയത്തില്ല കേട്ടോ, അത് അവര് കൊണ്ടിട്ടാന്ന് തോന്നുന്നു. നമുക്ക് അപ്പുറത്തെ റൂമിലോട്ട് മാറിയാലോ? ആ നീ റെഡി ആക്കിയിട്ട് നമുക്ക് പോവാം. സോറി ഗൈസ്. മറ്റേ പാട്ട് പാട്, ദുനിയാവിൽ ആരാടാ നമുക്ക് പെരുവന്. ആ പാട്ടൊന്ന് പാടി അവസാനം ഞാൻ കുറേ ട്രോളും വാങ്ങി ആ പാട്ടിന്. എൻ്റെ പൊന്നി, സത്യം പറയണേ, എനിക്ക് അതിനെപ്പറ്റി പറയാനുണ്ട് കേട്ടോ. ഞാൻ ആ പാട്ട് പാടിയത് ആക്ച്വലി എല്ലാവരും റീമിക്സ് ചെയ്യുന്ന കണ്ടോട്ടാണ് ഞാൻ ആ റീമിക്സ് ചെയ്തത് കേട്ടോ. പക്ഷെ എനിക്ക് അത്രയും നെഗറ്റീവ് കമൻറ്റ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം എല്ലാവരും ചെയ്യുന്നതാണല്ലോ, എല്ലാ റീമിക്സും എല്ലാവരും അങ്ങനെ തന്നെയല്ലോ ചെയ്യുന്നത്. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് അത്രയും നെഗറ്റീവ് കമൻറ്റ് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ആക്ച്വലി അത് ഒരു ഫണ്ണിന് വേണ്ടി ചെയ്തതാണ്. പക്ഷെ അത് ഇത്രയും വലിയൊരു വിവാദം അപ്പോഴും ഞാൻ ആലോചിച്ചില്ല. അല്ലെ, എന്നെ വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ വിവാദമാണ്. എനിക്ക് അത്രയും നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും കിട്ടാറില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് അത്രയും കമൻറ്റ്സ് അങ്ങ് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഞാൻ പിന്നെ ആ കുട്ടിയുടെ എനിക്കറിയില്ലായിരുന്നു അത് ആരാ പാടിയെന്ന്. ഞാൻ പിന്നെ അതിൻ്റെ ഒറിജിനൽ അക്കൗണ്ട് തപ്പിപ്പിടിച്ച് അവിടെ പോയിട്ട് ഞാൻ അതിനോടും പറഞ്ഞായിരുന്നു, കമൻറ്റ് ബോക്സ് ഇട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം ഉണ്ടോന്നൊക്കെ. പിന്നെ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ അതിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെയാണ് ഒറിജിനൽ വോയിസ്. ദൈവത്തോർത്ത് എൻ്റെ ആരെയും ട്രോളെല്ലാം പാട്ട് പറഞ്ഞിട്ട്. ഓക്കെ. കോട്ടയത്ത് എവിടെയാണ്? കോട്ടയത്ത് താഴ്ത്തങ്ങാടി. ചിരി കാണാൻ നല്ല രസമുണ്ട്. താങ്ക് യു. എല്ലാവരും പറയുന്നുണ്ട്. പ്ലീസ് ഒരു പാട്ട് പാടുമോ? പാട്ട് പാടാൻ പറ്റിയ കൂടല്ലടാ, ഞാൻ എല്ലാവരും കൂടെ ഉണ്ട്, എന്നെ കളിയാക്കും. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഞാൻ പാട്ട് പാടിക്കഴിഞ്ഞാൽ അതിലും വലിയൊരു ട്രോൾ എനിക്ക് കിട്ടും. അതുകൊണ്ടാണ്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. അത് ശരിയാണ്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, കഴിവുള്ളവർ വിജയിക്കും. കലാകാരൻ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും ഡാൻസ് പാടാനും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ എല്ലാവർക്കും അറിയാൻ വയ്യാത്തതായിട്ടില്ല ഇപ്പോൾ ഇല്ലല്ലോ. എല്ലാവർക്കും പിന്നെ എല്ലാം നല്ല എന്താ പറയുക, ഒരുപാട് നല്ല കഴിവ് കിട്ടണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹവും കാര്യങ്ങളൊക്കെ വേണം ദൈവത്തിൻ്റെ. അത്യാവശ്യം പാടാനും ഡാൻസ് കളിക്കാനും എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം. ജസ്ന ജഫ്, സൂപ്പർ വീഡിയോ ആണല്ലോ. താങ്ക് യു. പാടല്ലേ, പാടിയാൽ പാടുപെടും. അല്ല, പാട്ട് പെടുന്നാണോ പാടുപെടുന്നാണോ ഉദ്ദേശിച്ചേ? ഇല്ല, പേടിക്കണ്ട, ഞാൻ പാടത്തില്ല. എന്തിനാ വെറുതെ ഇനി ട്രോളിക്കുന്നതല്ലേ. സമയം എത്രയായി? 5:30. ഞങ്ങളുടെ റൂം പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വേറെ റൂമിലോട്ട് ഞങ്ങൾ ഷിഫ്റ്റായിട്ട്, പെയിൻ്റ് അടി കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകും. അപ്പം കുറച്ച് പരിപാടിയുണ്ട്.